അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. അനുഭവമാണ് ഗുരുദാസൻ എന്ന് പറയുന്നത് വെറുതെയല്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സരിൻ ഈ കോൺഗ്രസുമായിട്ട് ചേർന്ന് പോകാനാവില്ല എന്ന് തീക്ഷ്ണമായ പദങ്ങളും വാചകങ്ങളും സ്വന്തം പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് ചെയ്യാനുള്ള കഴിവ് അസാമാന്യമായിരുന്നു സരിന്. ഒരു പൈങ്കിളി ചോദ്യം, ആ ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങളെ വിമർശിച്ച ആരെയാണ് ഞങ്ങൾ ഒഴിവാക്കിയത്? CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം സംസാരിക്കുന്നത് P. സരിനെ കുറിച്ചാണ്. P. സരിൻ ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമയം തൊട്ട് ഇപ്പോഴുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല സരിൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. സരിൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച പൈങ്കിളി ചോദ്യത്തെക്കുറിച്ചും അവിടെ ഗോവിന്ദൻ മാഷി വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. എന്തുകൊണ്ട് സരിൻ എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടിയാണ് അത്. മാത്രമല്ല സരിൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ച് പിന്നെ തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകരെ തങ്ങൾ അവഗണിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് ഗോവിന്ദൻ മാഷിൻ്റെ ആ വാക്കുകൾ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്കൊന്ന് കേൾക്കാം. 1957 ലോക ചരിത്രത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന സംസ്ഥാനം. അത് ഐക്യമുന്നണി ഉണ്ടായിരുന്നില്ല. ഐക്യമുന്നണി ഉണ്ടായിരുന്നത് സ്വതന്ത്രന്മാരുമായിട്ടാണ്. സ്വതന്ത്രന്മാർ 6 സ്വതന്ത്രന്മാരെന്ന് ഗവൺമെന്റിന്റെ പിന്തുണ നൽകിക്കൊണ്ടുണ്ടായിരുന്നു. അതിൽ 3 പേർ മന്ത്രിമാരായിരുന്നു. ഇപ്പോൾ സ്വതന്ത്രന്മാരെ സംബന്ധിച്ചുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയം അരപ്പറിന്റെ കാര്യം ഒരു ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ സരിനെ സ്ഥാനാർത്ഥിയാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വേറൊരു ഭാഗത്തുണ്ട്. എന്നോട് തന്നെ സരിന്റെ പേര് പ്രഖ്യാപിക്കുന്ന ദിവസം തിരുവനന്തപുരത്ത് പത്രപ്രവർത്തകർ ചോദിച്ചു, ഈ സരിൻ എത്ര ശക്തിയായിട്ടാണ് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നത്? എത്ര ശക്തിയായിട്ടാണ് CPM-നെ കടന്നാക്രമിച്ചിട്ടുള്ളത്? അങ്ങനെ ഒരാളെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുന്നത് ശരിയോ? ഒരു പൈങ്കിളി ചോദ്യം. ആ ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങളെ വിമർശിച്ച ആരെയാണ് ഞങ്ങൾ ഒഴിവാക്കിയത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ച ആരെയാണ് ഞങ്ങൾ പുറത്തു നിർത്തിയത്? സാഹചര്യങ്ങൾ മാറുമ്പോൾ, നിലപാടുകൾ മാറ്റം വരുമ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും കടുത്ത കമ്മ്യൂണിസ്റ്റ് വികസനം എല്ലാവരും പറയും AK ആന്റണിയെ നമ്മോടൊപ്പം ചേർത്തില്ലേ? K. കരുണാകരനെ ചേർത്തില്ലേ? ഉമ്മൻചാണ്ടിയെ ചേർത്തില്ലേ? ആര്യാടൻ മുഹമ്മദിനെ ഈ ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉൾക്കൊണ്ടില്ലേ? CH മുഹമ്മദ് കോയ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായിട്ട് വന്നില്ലേ? കുഞ്ഞാലിക്കുട്ടി വന്നില്ലേ? അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കാത്തവരല്ല, നാട്ടപോലെ എതിർത്തവരാണ്. ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള ശക്തിയായ എതിർപ്പ് അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം അവരുടെ നിലപാടിൽ മാറ്റം വരുത്തി ഇടതുപക്ഷവുമായി സഹകരിച്ച് പൊതുവായ ധാരണയോടെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കണ്ടവരാണ് കേരളം. അവിടെ സരിന്റെ വിമർശനത്തെ പറ്റി ഞങ്ങൾ അത്രേ കാണുന്നുള്ളൂ. സരിൻ കഴിഞ്ഞ 8 കൊല്ലക്കാലം ഭൂഷവാ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹം ഡോക്ടറായിരുന്നു. മെറിറ്റടിസ്ഥാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ച ഡോക്ടറാണ്. അവിടുന്ന് പാസ്സായി. എന്റെ ഭാര്യയും ഡോക്ടറാണ്. സരിൻ ഒരു ഘട്ടത്തിൽ സിവിൽ സർവീസ് ജയിച്ചതിന് ശേഷം ജോലിയിൽ പ്രവേശിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ഘട്ടത്തിൽ 8 വർഷം മുമ്പ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ഫുൾ ടൈം ചെയർമാനായിട്ട് മാറി. ഞാൻ സരിനോട് സംസാരിച്ചപ്പോൾ സരിൻ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു ആദർശവാനായിട്ട് നിൽക്കുകയായിരുന്നു. പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് അരാഷ്ട്രീയം ഉണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കോൺഗ്രസ് ചേർന്നത്. കോൺഗ്രസ് ചേർന്നപ്പോൾ ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചു, ഞാനും എന്റെ ഭാര്യയും. എന്താ തീരുമാനിച്ചത്? എനിക്ക് ഇനി പൈസ ഒന്നും ഉണ്ടാവില്ല, ഞാൻ ഫുൾ ടൈം കോൺഗ്രസ് പ്രവർത്തകനായിട്ട് മാറുക. അതുകൊണ്ട്
നമുക്ക് എങ്ങനെയാണ് കുടുംബം മുന്നോട്ടേക്ക് പോകേണ്ടത് എന്ന് ആലോചിക്കണം. അപ്പോൾ അവരെത്തിച്ചേർന്ന നിഗമനമാണ് അവരെ ഷാർജയിലേക്ക് അയക്കുക, അവരെ ഡോക്ടറായിട്ട് ജോലി ചെയ്യുക, സരിന് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യുക, സരിനെ കോൺഗ്രസ് ആയിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കുക. ഇതായിരുന്നു അവരുടെ കരാർ. ഈ 8 കൊല്ലക്കാലം ആ കരാർ അംഗീകരിച്ചത്. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. അനുഭവമാണ് ഗുരുദാസൻ എന്ന് പറയുന്നത് വെറുതെയല്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സരിൻ ഈ കോൺഗ്രസുമായിട്ട് ചേർന്ന് പോകാനാവില്ല എന്നുള്ളത്. തീക്ഷ്ണമായ പദങ്ങളും വാചകങ്ങളും സ്വന്തം പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് ചെയ്യാനുള്ള കഴിവ് അസാമാന്യമായിരുന്നു സരിന്. ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് തന്നെയാണ്. പക്ഷേ സരിൻ നിലപാട് മാറ്റി ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കും, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ നിലകൊള്ളും എന്ന് ഉറപ്പു വന്നപ്പോഴാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സരിൻ മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഞാൻ, ചേർക്കര സഖാവ് പിണറായിയും പാലക്കാട് ഞാനുമാണ്. കൺവെൻഷൻ നല്ല നിറഞ്ഞ കൺവെൻഷനാണ്. പാലക്കാട് നമ്മുടെ 3-ാം സ്ഥാനത്താണ്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാടിന്റെ ഒരു അവസ്ഥ വളരെ വളരെ സ്വാധീനം കുറവാണ്. നമുക്കൊന്ന് 36,000 വോട്ടാണ് കിട്ടുന്നത്. 36,000 വോട്ട്. ഇവർക്ക് 50,000 വോട്ടിന്റെ അടുത്തിട്ട് 45,000 BJP ഉണ്ട്. 3-4,000 വോട്ടിന്റെ വ്യത്യാസത്തിനാണ് കോൺഗ്രസും BJPയും ഉള്ളത്. അവിടെ നമ്മളുമായിട്ട് വലിയ വ്യത്യാസമാണ്. 14,000 വോട്ടിന്റെ വ്യത്യാസം. പക്ഷേ മണ്ഡലം കൺവെൻഷൻ വലിയ ഒരു സംഭവമായി. ആ മണ്ഡലം കൺവെൻഷനിൽ സരിൻ ഇരിക്കുന്നുണ്ട്. സരിൻ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, സരിൻ ഇപ്പോഴും കഴിഞ്ഞ 8 കൊല്ലക്കാലം ഭൂസ്വാ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച് അതിന്റെ ചീഫിയായി നിലകൊണ്ട അവരുടെ ന്യൂ മീഡിയയുടെ ചുമതലക്കാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം നിലപാട് മാറ്റിയിരിക്കുന്നു. ഭൂസ്വാ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എത്രയോ വർഷക്കാലത്തെ പ്രവർത്തനാനുഭവത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന ഒരിടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരാളായി എന്ന് തെറ്റിദ്ധരിക്കേണ്ട എന്ന് സരിനോട് ഞാൻ തരുന്നുണ്ട്. കാരണം പിന്നെ ഏതെങ്കിലും പദം പിടിച്ചിട്ടാണ്, വാചകം പിടിച്ചിട്ടാണ് സരിൻ അങ്ങനെ പറഞ്ഞു, സരിൻ ഇങ്ങനെ പറഞ്ഞു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തമായ രാഷ്ട്രീയ അവബോധമാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഒറ്റ ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട്, 10 ദിവസം കൊണ്ട്, കൊല്ലം കൊണ്ട് ഒരാൾ വലതുപക്ഷത്തിൽ നിന്ന് വലതുപക്ഷം മാറി ഇടതുപക്ഷത്തിലേക്ക് വന്നാൽ അത് പൂർണ്ണമാകില്ല. 10 കൊല്ലം പിടിക്കും. കമ്മ്യൂണിസ്റ്റ് ഭാഗമായിട്ട് നിൽക്കുന്നവർക്ക് തന്നെ എത്രയോ കൊല്ലം വേണം. അപ്പോഴാണ് ഒരു മാർക്സിസ്റ്റ് ആവാനുള്ള ശ്രമം ദ്രുതഗതിയിൽ മുന്നോട്ടേക്ക് നയിക്കാനാവുക. അപ്പോൾ സരിന്റെ കാര്യത്തിൽ വന്നതൊക്കെ ശരിയാണ്. ഇപ്പോഴും ഇടക്കിടക്ക് എങ്ങനെ തോന്നുന്ന പോലെ പറയുന്നുണ്ടല്ലോ. സരിൻ ഇങ്ങനെ പറഞ്ഞു അഭിപ്രായ വ്യത്യാസം ഞങ്ങളാരും ഗൗനിക്കാത്തത് കൊണ്ടാണ്. ഞങ്ങൾക്കറിയാം സരിന്റെ രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യവ്യക്തതയോടുകൂടി തന്നെയാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്. സരിൻ ഇടതുപക്ഷ ജനാധിപത്യങ്ങളോടൊപ്പം തന്നെ സജീവമായിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ്.